ടു എന്ന കുഞ്ഞ് വാക്കിൻ്റെ കൂടെ നമ്മൾ ബേസ് ഫോം ഓഫ് എ വേർബ് ഉപയോഗിക്കാറുണ്ട്. ബേസ് ഫോം ഓഫ് എ വേർബ് എന്ന് പറയുമ്പോൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോം സിങ്, റീഡ്, റൈറ്റ്, ഡാൻസ് എല്ലാം ബേസ് ഫോം ഓഫ് വേർബ്സ് ആണ്. ടു എന്ന വേർബിൻ്റെ കൂടെ അത് ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ടു സിങ്, ടു റീഡ്, ടു റൈറ്റ് എന്നൊക്കെ വരും. ഇത്തരം പ്രയോഗങ്ങൾ ഇത് നമ്മൾ പറയുന്നത് ടു ഇൻഫിനിറ്റീവ് എന്നാണ്. ടു ഇൻഫിനിറ്റീവ് നമ്മൾ ഒരുപാട് സെൻറ്റൻസുകളിൽ പല സിറ്റുവേഷൻസിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് ടു റീഡ് എ ബുക്ക്. എനിക്ക് ഒരു ബുക്ക് വായിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ബുക്ക് വായിക്കണം. ഐ നീഡ് ടു റൈറ്റ് സംതിങ്. എനിക്ക് എന്തെങ്കിലും എഴുതണം. അപ്പോൾ ഐ വാണ്ട് ടു സിങ്, ഐ വാണ്ട് ടു ഗോ എന്നൊക്കെ ഉപയോഗിക്കാം. ടു എന്ന വാക്കിൻ്റെ കൂടെ വേർബിൻ്റെ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ചിലരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ധാരണ ശരിയല്ല. ടു എന്ന വേർബിൻ്റെ കൂടെ നമുക്ക് വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ടു റൈറ്റിംഗ്, ടു റീഡിംഗ്, ടു സിംഗിങ്, ടു ഡാൻസിങ് എന്നൊക്കെ വേർബിൻ്റെ ING ഫോം. ഫോർ എക്സാമ്പിൾ, ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ടു കഴിഞ്ഞിട്ട് മീറ്റിംഗ് ആണ് ഉപയോഗിച്ചത്. അതേസമയം ഐ വാണ്ട് ടു മീറ്റ് യു എന്ന് പറയാം. അവിടെ ടു മീറ്റ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ എവിടെയാണ് ടു കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് എ വേർബ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിലൊരു സംശയം വരില്ലേ? അപ്പോൾ ആ സംശയമൊക്കെ തീർക്കുക എന്നതാണ് ഈ ലെസൻ്റെ ഉദ്ദേശം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടു എന്ന ആ ഒരു കുഞ്ഞ് വേർഡിന് ടു ഇൻഫിനിറ്റീവിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റും. മാത്രമല്ല അതിന് ഒരു പ്രപ്പോസിഷനായിട്ട് ഫങ്ഷൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ടു എന്ത് ഫങ്ഷനാണ് ചെയ്യുന്നത് എന്നത് അനുസരിച്ചാണ് നമ്മൾ ING ഫോം ഓഫ് ദ വേർബാണോ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ V1 ഫോം ഓഫ് ദ വേർബാണോ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. പ്രപ്പോസിഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ING ഫോം തന്നെ ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഒരു പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഓബ്ജക്റ്റ് വേണം. ആ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു നൗൺ ആകാം, പ്രോനൗൺ ആകാം. അപ്പോൾ പ്രപ്പോസിഷൻ കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ തന്നെ വേണം. നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആവുക എന്ന് പറയുമ്പോൾ ഒരു വേർബ് വന്നാൽ എന്താ ചെയ്യുക? വേർബിനെ നമ്മൾ നൗൺ ആക്കി മാറ്റും. അതാണ് വേർബൽ നൗൺ. ഇപ്പോൾ റീഡ് എന്നത് ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ്. അതാണ് പ്രപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടു കഴിഞ്ഞിട്ട് വരുന്നതെങ്കിൽ ടു റീഡ് എന്ന് പറയാൻ പറ്റില്ല, ടു റീഡിങ് എന്ന് തന്നെ പറയണം. നമ്മളതിനെ വേർബൽ നൗണാക്കി മാറ്റുന്നു. അപ്പോൾ പ്രപ്പോസിഷൻ കഴിഞ്ഞ് നൗൺ വരണം എന്ന റൂൾ കറക്റ്റായി. ഏത് പ്രപ്പോസിഷൻ കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. ഇൻ എന്ന പ്രപ്പോസിഷന് ശേഷം മ്യൂസിക് എന്ന ഒരു നൗൺ വന്നു. ഐ ആം ഫോണ്ട് ഓഫ് ചോക്ലേറ്റ്സ്. ഫോണ്ട് ഓഫ് എന്ന പ്രപ്പോസിഷൻ കഴിഞ്ഞ് ചോക്ലേറ്റ്സ് എന്ന നൗൺ വന്നു. അപ്പോൾ ഒരു പ്രപ്പോസിഷൻ കഴിഞ്ഞ് നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ തന്നെ വരണം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഒരു വേർബാണ് വരുന്നതെങ്കിലോ നമ്മൾ ആ വേർബിനെ വേർബൽ നൗണായിട്ട് മാറ്റും. വേർബിൽ നിന്ന് നമുക്ക് നൗൺ ഫോം ചെയ്യാം ING ചേർത്ത്. അപ്പോൾ അങ്ങനെയാണ് ടു കഴിഞ്ഞിട്ട് ടു എന്ന പ്രപ്പോസിഷൻ കഴിഞ്ഞ് ഒരു വേർബ് വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ING ഫോം ചേർക്കുന്നു എന്ന് മാത്രം. ഇവിടെ ഒരു കാര്യം, ഒരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക്. ഒരു പ്രപ്പോസിഷനായിട്ടാണോ ടു ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സെൻറ്റൻസിൽ, അതല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റീവിൻ്റെ ഭാഗമാണോ എന്നത് എങ്ങനെ അറിയും? അങ്ങനെ അറിഞ്ഞാലല്ലേ ING ഫോം യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യണോ എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ അറിയും? പ്രപ്പോസിഷനായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ING ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കണം. അതല്ല ടു ഇൻഫിനിറ്റീവിൻ്റെ ഭാഗമാണെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കണം. പക്ഷേ അത് അറിയേണ്ടത് ആവശ്യമാണ്. എന്താണ് പ്രപ്പോസിഷനായിട്ടാണോ ടു ഉപയോഗിച്ചിരിക്കുന്നത്, അതല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ആയിട്ടാണോ ടു ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അതറിയാൻ ഒരു ചെറിയ സൂത്രമുണ്ട്. അത് പറയാം, ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഐ നീഡ് ടു. അത് കഴിഞ്ഞ് ഒരു ബ്ലാങ്ക് സ്പേസ് ആണ്. അവിടെ വേണ്ടത് സ്റ്റഡി എന്നാണോ സ്റ്റഡിയിങ് എന്നാണോ? എനിക്ക് പഠിക്കേണ്ട ആവശ്യം ഉണ്ട്. ഇതാണ് അതിൻ്റെ മീനിങ്. ടു എന്നത് ഒരു പ്രപ്പോസിഷൻ ആണോ എന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. പ്രപ്പോസിഷൻ ആണെങ്കിൽ ഒരു നൗൺ അവിടെ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഐ നീഡ് ടു ഗീത ശരിയാവില്ല. ഐ നീഡ് ടു യു അതും ശരിയാവില്ല. അപ്പോൾ നൗൺ വെച്ചപ്പോൾ അത് കറക്റ്റ് അല്ല. എങ്കിൽ അതിനർത്ഥം ടു എന്നത് അവിടെ ഒരു പ്രപ്പോസിഷൻ അല്ല. ഇനി നമുക്ക് വേർബ് വെച്ച് നോക്കാം. ഐ നീഡ് ടു സിങ്, ഐ നീഡ് ടു റൈറ്റ്. വളരെ കറക്റ്റ് ആവുന്നുണ്ട് അല്ലേ? വേർബ് വയ്ക്കുമ്പോൾ അവിടെ വളരെ കൃത്യമായ ഒരു മീനിങ് കിട്ടും.
അതേസമയം നൗൺ വയ്ക്കുമ്പോൾ ശരിയാകുന്നില്ല. അതിനർത്ഥം അതൊരു പ്രപ്പോസിഷൻ അല്ല, അതൊരു ടു ഇൻഫിനിറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള ടു ആണ്. അപ്പോൾ നമുക്കവിടെ വേണ്ടത് V1 ഫോം ഓഫ് ദ വേർബ് തന്നെയാണ്. അപ്പോൾ സ്റ്റഡി, സ്റ്റഡിയിങ്. ഇതിൽ സ്റ്റഡി എന്നതാണ് ബേസ് ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ നമുക്ക് ആ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് സ്റ്റഡി ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഷീ ഈസ് ക്ലോസ് ടു മീ. ഇന്ത്യ ഈസ് ക്ലോസ് ടു ചൈന. ഹീ ഈസ് ക്ലോസ് ടു ഹിസ് ഫാമിലി. ഇവിടെയൊക്കെ ഈ സെൻറ്റൻസുകളിലെല്ലാം ടു എന്നത് പ്രപ്പോസിഷനാണ്. അതുകൊണ്ടാണ് ടു കഴിഞ്ഞിട്ട് മീ ഉപയോഗിച്ചു. അതൊരു പ്രോനൗൺ ആണ്. ടു ചൈന എന്ന് പറയുമ്പോൾ ചൈന എന്നത് നൗൺ ആണ്. ടു ഹിസ് ഫാമിലി എന്ന് പറയുമ്പോൾ ഹിസ് ഫാമിലി അതൊരു നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ അതിനർത്ഥം ടു എന്നത് ആ സെൻറ്റൻസുകളിലെല്ലാം പ്രപ്പോസിഷനാണ്. അവർ ടീം ഈസ് ക്ലോസ് ടു വിന്നിങ് ദ ഗെയിം. നോക്കൂ, അവർ ടീം ഈസ് ക്ലോസ് ടു വിന്നിങ് ദ ഗെയിം. ടു കഴിഞ്ഞിട്ട് വിന്നിങ് എന്നുപയോഗിച്ചു. അത് വിൻ എന്ന വേർബിനോട് കൂടി ING ചേർത്ത് വേർബൽ നൗൺ ആക്കിയതാണ്. പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഒരു വേർബ് ആണ് വരുന്നതെങ്കിൽ ING ഫോം ഓഫ് ദ വേർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി വേറൊരു എക്സാമ്പിൾ. ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. നോക്കൂ, ടു എന്നത് പ്രപ്പോസിഷൻ ആയതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് സക്സസ് എന്ന നൗൺ ഉപയോഗിച്ചത്. അതുപോലെ ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു ഇംപ്രൂവിങ് യുവർ ഇംഗ്ലീഷ്. നോക്കൂ, ടു പ്രപ്പോസിഷൻ ആയതുകൊണ്ടാണ് ഇംപ്രൂവിങ് എന്നുപയോഗിക്കുന്നത്. ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു ഇംപ്രൂവിങ് യുവർ ഇംഗ്ലീഷ്. ടു കഴിഞ്ഞിട്ട് അവിടെ ഇംപ്രൂവ് എന്ന ബേസ് ഫോം ഓഫ് ദ വേർബ് ഉപയോഗിച്ചാൽ ആ സെൻറ്റൻസ് റോങ് ആണ്. ഷീ ഈസ് അഡിക്റ്റഡ് ടു യുവർ സോങ്. ഹീ ഈസ് അഡിക്റ്റഡ് ടു ഡ്രഗ്സ്. ഐ ആം അഡിക്റ്റഡ് ടു ഡ്രിങ്കിങ് ടീ. നോക്കൂ, യുവർ സോങ്, ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് നൗൺ ആണ്. അതുകൊണ്ട് തന്നെ ടു എന്നത് പ്രപ്പോസിഷനാണ് എന്ന് മനസ്സിലായല്ലോ. അഡിക്റ്റഡ് ടു എന്ന് പറയുന്നത് അവിടെ ടു ഒരു പ്രപ്പോസിഷനാണ്. അതുകൊണ്ട് തന്നെ ഐ ആം അഡിക്റ്റഡ് ടു ഡ്രിങ്കിങ് ടീ. ഡ്രിങ്കിങ് എന്നാണ് ഉപയോഗിച്ചത്. ഡ്രിങ്ക് എന്നുപയോഗിച്ചാൽ സെൻറ്റൻസ് തെറ്റാകും. ചില വേർഡ്സ് എപ്പോഴും അത് ഫോളോ ചെയ്ത് വരുന്നത് ടു പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് തന്നെയാണ്. ഈ വേർഡ്സിൻ്റെ ഒക്കെ ഒപ്പം ഉള്ള ടു എന്നത് പ്രപ്പോസിഷൻ തന്നെയാണ്. അത്തരം വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കൂ. അഡിക്റ്റഡ് ടു, അക്കസ്റ്റംഡ് ടു. അക്കസ്റ്റംഡ് ടു എന്ന് പറഞ്ഞാൽ ശീലമാവുക. ഗിവൺ ടു. ഗിവൺ ടു എന്നതിൻ്റെ മീനിങ് ഡെഡിക്കേറ്റഡ് ടു എന്ന് പറയില്ലേ, അതാണ്. അത്തരത്തിലുള്ള ഒരു മീനിങ്ങിലാണ് ഗിവൺ ടു ഉപയോഗിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് ദ വേർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പ്രോൺ ടു. പ്രോൺ ടു എന്നാൽ സാധ്യതയുള്ളത്, വൾനറബിൾ ടു എന്ന് പറയാം. ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, ഒബ്ജക്റ്റ് ടു. ഒബ്ജക്റ്റ് ടു എന്നാൽ എതിർക്കുക. കീ ടു, ഓൾട്ടർനേറ്റീവ് ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ടു, ബി യൂസ്ഡ് ടു, ഡിവോട്ടഡ് ടു, ഡെഡിക്കേറ്റഡ് ടു, അക്കിൻ ടു. അക്കിൻ ടു എന്നാൽ സമാനമായ, സിമിലർ ടു, അവേഴ്സ് ടു, താല്പര്യമില്ലാത്തത്. ഇൻഡിഫറൻറ്റ് ടു, ഒപ്പോസ്ഡ് ടു, സബ്ജക്റ്റ് ടു, അലർജിക് ടു, റിസംബ്ലൻസ് ടു, കം ടു. ഇത്തരം വേർഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേർബാണ് വരുന്നതെങ്കിൽ ING ഫോം തന്നെ ഉപയോഗിക്കണം. ജെറണ്ട് അല്ലെങ്കിൽ വെർബൽ നൗൺ എന്നാണ് ING ഫോം ഓഫ് ദ വേർബിനെ പറയുന്നത്. കം ടു എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കം എന്നാൽ വരിക എന്നല്ലേ, അങ്ങനെയല്ല. കം ടു എന്ന് പറയുന്നത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യുന്നു. വെൻ ഇറ്റ് കംസ് ടു എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ന മീനിങ്ങിലാണ്. ഫോർ എക്സാമ്പിൾ, വെൻ ഇറ്റ് കംസ് ടു പ്ലേയിങ് ചെസ് ഹീസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചെസ് കളിക്കുന്നതിൻ്റെ കാര്യത്തിൽ അവൻ ബെസ്റ്റാണ് എന്നാണ്. വെൻ ഇറ്റ് കംസ് ടു പ്ലേയിങ് ചെസ് ഹീസ് ദ ബെസ്റ്റ്. നോക്കൂ, കംസ് ടു കഴിഞ്ഞിട്ട് പ്ലേയിങ്. പ്ലേയിങ് എന്നത് വെർബ് പ്ലസ് ING ഫോം ആണ്. യൂസ്ഡ് ടു. യൂസ്ഡ് ടു എന്നത് ഒരു മോഡൽ വേർബ് ആണ്. യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ V1 ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം എല്ലാ മോഡൽ വേർബ്സിലും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് യൂസ് ടു കഴിഞ്ഞാൽ V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അതേസമയം ബി യൂസ്ഡ് ടു എന്നാണെങ്കിൽ ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഐ യൂസ് ടു ഡ്രിങ്ക് കോഫി. ഞാൻ കോഫി
കുടിക്കുന്നത് എനിക്ക് ശീലമായിരുന്നു എന്നാണ്. യൂസ്ഡ് ടു ഡ്രിങ്ക് ഫസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചത്. ഡ്രിങ്ക് എന്നത് ബേസ് ഫോം ഓഫ് ദ വേർബാണ്. അതേസമയം ഐ ആം യൂസ്ഡ് ടു ഡ്രിങ്കിങ് കോഫി എന്ന് പറയുമ്പോൾ ഡ്രിങ്കിങ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ബി യൂസ് ടു എന്ന ഫോമാണ്. ഐ ആം യൂസ് ടു ഡ്രിങ്കിങ് കോഫി എന്ന് പറഞ്ഞാൽ എനിക്ക് കാപ്പി കുടിക്കുന്നത് ശീലമായി, ഇപ്പോൾ ശീലമായി എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഐ ആം യൂസ് ടു എന്നാൽ ഈസ് യൂസ് ടു ആവാം, he is used to ആവാം, she is used to ആവാം, they are used to, we are used to എന്നൊക്കെ ആകാം. അപ്പോൾ അത് ബി യൂസ് ടു ഫോമാണ്. അങ്ങനെയെങ്കിൽ അവിടെ ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ടു കഴിഞ്ഞിട്ട് V1 ഫോം ഓഫ് ദ വേർബാണോ ഉപയോഗിക്കേണ്ടത്, അതല്ലെങ്കിൽ ING ഫോം ഓഫ് ദ വേർബാണോ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ. ഹി വെൻറ്റ് ദർ ടു സ്മോക്ക് എന്ന് പറഞ്ഞാൽ ടു സ്മോക്ക്, ടു എന്നത് ടു ഇൻഫിനിറ്റീവിൻ്റെ ഒരു ഭാഗമായുള്ള ടു ആണ്. ഹി ഈസ് അഡിക്റ്റഡ് ടു സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ടു എന്നത് ആ സെൻറ്റൻസിൽ പ്രെപ്പോസിഷനാണ്. അതുകൊണ്ടാണ് സ്മോക്കിംഗ് ING ഫോം ഉപയോഗിച്ചത്. ഐ വിൽ ഗോ ദർ ടു മീറ്റ് ഹിം എന്ന് പറയുമ്പോൾ ടു എന്നത് ടു ഇൻഫിനിറ്റീവിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മീറ്റ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് ഹിം എന്ന് പറഞ്ഞാലോ ടു എന്നത് അവിടെ പ്രെപ്പോസിഷനാണ്. അതുകൊണ്ട് മീറ്റിംഗ് ഉപയോഗിച്ചു. ഐ നീഡ് ടു ട്രാവൽ. ടു ട്രാവൽ, ടു അവിടെ ഇൻഫിനിറ്റീവിൻ്റെ ഭാഗമായുള്ള ടു ആണ്. ഐ ഒബ്ജക്റ്റ് ടു ട്രാവലിംഗ് വിത്ത് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിൽ എതിർപ്പാണ് എന്നാണ്. അപ്പോൾ ടു ട്രാവലിംഗ്, ടു എന്നത് അവിടെ പ്രെപ്പോസിഷനാണ്. ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.